നമ്മുടെ എഞ്ചിനീയർമാർ എന്നാണ് ഇനി ഒന്ന് എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ പഠിക്കുക? ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അടക്കം പോയി ക്ലാസ്സുകൾ എടുക്കുക, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ പോയി സെമിനാറുകളിലും ക്ലാസ്സുകളിലും പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. എന്നാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. കേരളം പോലുള്ളൊരു സ്ഥലത്ത് എങ്ങനെ ഒരു റോഡ് പണിയണം എന്ന് അറിഞ്ഞുകൂടാത്തവരാണോ നമ്മുടെ എഞ്ചിനീയർമാർ, നമ്മുടെ കരാറുകാർ? യഥാർത്ഥത്തിൽ നമ്മുടെ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡ്, കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡ്, കഴിഞ്ഞ ദിവസമല്ല തിങ്കളാഴ്ച, നാളെ ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡ് 5.5 കോടി രൂപയിൽ ചിലവഴിച്ച് നവീകരിച്ച റോഡാണ് വെള്ളത്തിലെടുത്തുകൊണ്ട് പോയത്. തിരുവനന്തപുരം കരകുളം മുല്ലശ്ശേരി റോഡാണ് ഇങ്ങനെ, തിരുവനന്തപുരം ജില്ലയിലെ കരകുളം മുല്ലശ്ശേരി റോഡാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയത്. മുല്ലശ്ശേരി വേങ്കോട് റോഡ് പ്ലാത്ര ഭാഗത്താണ് സംഭവം. വ്യാഴാഴ്ച ശക്തമായ മഴയിൽ വെള്ളം കുത്തിയൊലിച്ച് തുടർന്നാണ് ടാറിങ് എല്ലാം ഇളകി മണ്ണിനോട് ചേർന്ന് ഒലിച്ചു പോയത്. അപ്പോൾ എന്ത് ടാറിങ്ങാണ് നടത്തുന്നത് നമ്മൾ? ഒന്നുകിൽ കേരളത്തിൻ്റെ മഴയെ കണ്ടുകൊണ്ടുള്ള ടാറിങ് മെക്കാനിസം നമ്മൾ കണ്ടുപിടിക്കണം. ഓടകളെ വളരെ കൃത്യമായി നിർമ്മിക്കണം, ഓടകളുടെ മണ്ണ് മാറ്റണം. റോഡിൻ്റെ ഒരു വശത്ത് കിടക്കുന്ന ടാറിങ് വീപ്പുകളെല്ലാം കൂടി വച്ചിരുന്നത് കൊണ്ട് അതും മറിഞ്ഞു വീണ് അതും പ്രശ്നങ്ങളുണ്ടാക്കി. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി GR അനിൽ, ഭക്ഷ്യവകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടെയാണ് നെടുമങ്ങാട്, അദ്ദേഹം പങ്കെടുക്കും, അധ്യക്ഷത വഹിക്കും. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ ഉയർന്നു വന്നു. നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന, ഇപ്പോൾ കർണാടകത്തിലെ ശിരൂരിൽ നടന്ന അപകടത്തിലും നമ്മൾ കണ്ടതാണ്, NHൻ്റെ നിർമ്മാണത്തിലും കണ്ടതാണ്, നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലും കണ്ടതാണ് മണ്ണിടിച്ചിൽ. റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന സ്ഥലം മാത്രം കൂടുതൽ റോഡ് ഉണ്ടാക്കി പോവുക എന്നതിനപ്പുറം അതിൻ്റെ വശങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ, അതിൻ്റെ വൃഷ്ടിപ്രദേശം, അതിൻ്റെ സൈഡ്, അവിടെയെല്ലാം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും എങ്ങനെയാണ് ഈ റോഡിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അറിയാത്തൊരു എഞ്ചിനീയറിംഗ് സമൂഹമാണ് നമുക്കുള്ളത്. ഞാൻ ഇത് വളരെ വിമർശനാത്മകമായി പറയുന്നതല്ല, പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പണം കിട്ടുന്ന മുറയ്ക്ക് സൈഡ് വാളെല്ലാം കെട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ സൈഡ് വാളെല്ലാം കെട്ടി റോഡ് സുരക്ഷിതമായി നിർമ്മിച്ചിട്ട് പോരെ ഉദ്ഘാടനം? ഇലക്ഷൻ ആകുന്നതുകൊണ്ടായിരിക്കാം എല്ലാം തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, എടുത്തുകൊണ്ട് പോയി. വെള്ളക്കെട്ടുകളുടെ നഗരമായി തിരുവനന്തപുരം തന്നെ മാറിക്കൊള്ളു. ഒറ്റ രാത്രി കൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ 14 സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായത്. ചാലയിലടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ മുതൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. കിള്ളിപ്പാല, അട്ടക്കുളകര, SS കോവൽ റോഡുകളിൽ വെള്ളം പൊങ്ങി. കരമന, കിള്ളിയാറുകൾ കരകവിഞ്ഞൊഴുകി വശങ്ങളിൽ താമസിക്കുന്നവർക്ക് വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ നമ്മുടെ റോഡ് നിർമ്മാണത്തിൽ, നമ്മുടെ ജലപരിപാലനത്തിൽ, നമ്മുടെ വിഭവ പരിപാലനത്തിൽ, നമ്മുടെ കെട്ടിട നിർമ്മാണ രീതിയിലൊക്കെ എന്നാണ് കേരളത്തിന് അനുയോജ്യമായ ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ വരുന്നത് എന്ന് അറിയാൻ സുഭാഷിതം ചാനലിനും കൗതുകമുണ്ട്. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് നൽകുക.